ഞങ്ങൾ പൊതിച്ചോർ പദ്ധതി നിർത്തലാക്കാൻ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഹൃദയപൂർവ്വം പദ്ധതി എന്ന് പേരിട്ട് കേരളത്തിൽ 40,000-ലധികം പൊതിച്ചോറുകൾ, അതായത് ഉച്ചഭക്ഷണം മെഡിക്കൽ കോളേജുകളിലും മറ്റ് ജില്ലാ ആശുപത്രികളിലുമൊക്കെയായി വിതരണം ചെയ്യുന്ന സംഘടനയാണ് DYFI. ഞങ്ങളത് നാളെയും തുടരണം എന്നാഗ്രഹിച്ച് തന്നെയാണ് നടത്തുന്നത്. ഞങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ ഞങ്ങളുടെ DYFI സഖാക്കളുടെയൊക്കെ വ്യക്തിപരമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും പൊതിച്ചോറിന് മുടക്കം വരുത്തിയിട്ടില്ല. വളരെ കൃത്യമായി വീടുകളിൽ കയറി പൊതിച്ചോറ് ശേഖരിച്ച് അത് വിതരണം ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ നിർത്താറില്ല. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ, നേരത്തെ സുധാകരൻ പറഞ്ഞു, അതിപ്പോൾ സുധാകരൻ്റെ പുതിയ ഗോഡ് ഫാദേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് അവരുടെ ഒരു രാഷ്ട്രീയമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം മുടക്കുക എന്നുള്ളതാണല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊടുക്കുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക. അപ്പോൾ ഞങ്ങളുള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ DYFIയുടെ ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങൾ ഈ വയനാടിന് വേണ്ടി ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും സാധാരണ മനുഷ്യർക്ക് വേണ്ടി 20 കോടിയിലധികം രൂപ പിരിച്ചവരാണ്. ഞങ്ങൾ സമാഹരിച്ചവരാണ്, അധ്വാനത്തിലൂടെ സമാഹരിച്ചവരാണ്. ഞങ്ങൾ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാലോചിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങളിത് മുടക്കാനോ അല്ലെങ്കിൽ ഇത് മുടങ്ങിപ്പോകണമെന്നൊന്നും ആലോചിക്കുന്നില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ മെഡിക്കൽ കോളേജുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. ഇപ്പോൾ കോഴിക്കോട് ഹങ്കർ ഫ്രീ കാലിക്കറ്റിൻ്റെ ഭാഗമായി നേരത്തെ കോർപ്പറേഷനൊക്കെ ചോറ് കൊടുക്കുന്ന ഒരു സംവിധാനം, അവിടെ കഞ്ഞി കൊടുക്കുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇത് പൊതിച്ചോറ് പദ്ധതി തുടങ്ങിയപ്പോൾ കോഴിക്കോട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ഇല്ലാത്ത സാഹചര്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ആളുകൾക്ക് ഏറ്റവും അടുത്തുള്ള പ്രദേശമാണല്ലോ കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജ്. നിങ്ങളൊക്കെ കാണുന്നതല്ലേ കോഴിക്കോട് 4000 മുതൽ 5000 വരെ പൊതിച്ചോറ് ഒരു ദിവസം കൊടുക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ വരട്ടെ, നമ്മളത് സന്തോഷത്തോടെ സ്വീകരിക്കും. പൊതിച്ചോറ് അല്ലെങ്കിൽ ഈ സാധാരണ മനുഷ്യർക്ക് ഒരു പ്രതീക്ഷയായി അല്ലെങ്കിൽ അവർക്കൊരു ഉച്ചഭക്ഷണം കിട്ടുന്ന ഒരു പരിപാടി ഇവർ മുടക്കരുത്. എന്തായാലും ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലെന്നേ. അവർ കൊടുക്കട്ടെ, ഗവൺമെൻറ് എന്നുള്ള നിലക്ക് കൊടുക്കട്ടെ. അതിനെ ആ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രഖ്യാപനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക, അതിൽ വേറെ ഒരു തർക്കവും. പക്ഷേ ഈ ചോറ് മുടങ്ങരുത്, അവിടെ ചോറ് കിട്ടണം. ഈ പറയുന്ന ബാനർ കെട്ടി നടത്തുന്ന ഭക്ഷണ വിതരണമൊക്കെ, കൊടിയുടെ ലേബലിൽ നടത്തുന്ന ഒരു ഭക്ഷണ വിതരണം നിർത്തലാക്കി സർക്കാരിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ. ഞങ്ങൾക്ക് ഈ മുരളീധരനോടൊക്കെ പറയാനുള്ളത്, അവർക്കൊക്കെ സംഘടനയുണ്ടല്ലോ. അവരുടെ യൂത്ത് കോൺഗ്രസോ KSCO, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ കരഞ്ഞു കിടക്കുന്ന KSCO അല്ലെങ്കിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തട്ടെന്നേ. സാക്ഷാൽ രമേശ് ചെന്നിത്തല, ഇന്നത്തെ ആഭ്യന്തരമന്ത്രി, കോൺഗ്രസിൻ്റെ നേതാവ്, ഈ ഹൃദയപൂർവ്വത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്തതാണ്. മാതൃകാ പരിപാടി എന്നായിരുന്നു പറഞ്ഞത്. DYFIയുടെ ഒരു മാതൃകാ പരിപാടി എന്നുള്ളതാണ്. ആ രീതിയിലല്ലേ കാണേണ്ടത്. ഞങ്ങളൊരു പരിപാടി നടത്തുമ്പോൾ, ഇപ്പോൾ ഇവിടെ സമ്മേളനം, ഞങ്ങൾ കൊടി വെക്കുന്നില്ല, അതിനെന്താ പ്രശ്നം? ഞങ്ങളുടെ പ്രവർത്തനമാകുമ്പോൾ അതിൽ കൊടി ഉണ്ടാകും, ബാനറൊക്കെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഞങ്ങൾ നടത്തുക. ഇനി അല്ല, സർക്കാർ സംവിധാനമായിട്ട് ഇവർ വരട്ടെ, അല്ലെങ്കിൽ ഇവരുടെ യൂത്ത് കോൺഗ്രസോ ഈ പറയുന്ന KSCO ഏതെങ്കിലും ഒരു സംഘടന ഒരാഴ്ച കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയൊക്കെ അല്ലേ മത്സരിക്കേണ്ടത്? എന്തിനാ ഇങ്ങനെ ഇതിനെയൊക്കെ തകർക്കുന്നത്, ഈ തുരങ്കം വെക്കുന്നത്? ഇപ്പോൾ അവർ ഞങ്ങളോട് ഇതേപോലെ മത്സരിച്ച് വീടുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ലേ കേരളത്തിലെ ഈ യൂത്ത് കോൺഗ്രസ്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ചപ്പോൾ അവർ 30 വീട് പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ സ്വാഗതം ചെയ്തവരാ. എല്ലാവരും വരട്ടെ, ഈ പ്രവർത്തനത്തിൽ എല്ലാവരും ഇടപെടട്ടെ. എന്നാൽ അവരെന്താ ചെയ്തത്? അവസാനം പണമില്ല എന്ന് പറഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഈ മുരളീധരനോടായാലും, മുരളീധരനെ ഇങ്ങനെ തിരിച്ചുവിടുന്ന സുധാകരനോടായാലും, മറ്റ് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഈ പൊതിച്ചോറ് മുടങ്ങരുത്. ഈ ആശുപത്രികളിൽ ഒരു നല്ല പരിപാടിയല്ലേ എന്ന്. 40,000 പേർക്ക് ഉച്ചഭക്ഷണം ഒരു ദിവസം കിട്ടുക എന്നുള്ളത് മോശം പരിപാടിയാണോ? ഞങ്ങളുടെ കൊടി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആർക്കാ പ്രയാസം? ഞങ്ങൾ ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നോ, കൊടിയുടെ നിറം നോക്കി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നവരുടെ ഒരു ഐഡൻറ്റിറ്റി, ഒരു DYFI എന്നുള്ളതല്ലേ, ഏതെങ്കിലും മറ്റു കാര്യങ്ങളൊന്നല്ലല്ലോ. അത് ഞങ്ങൾ DYFI ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടല്ലല്ലോ പറയുന്നത്, ഒരു യുവജന സംഘടനയാണ്. അത് മറ്റുള്ളവർ കൂടി മാതൃകയാക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഞങ്ങളിതെവിടെയും ഒരു മോശം പ്രവൃത്തിയായിട്ട് കാണുന്നില്ല. ഞങ്ങളെ കൊടിയെ ഞങ്ങൾ അഭിമാനമായിട്ടാണ് കാണുന്നത്. ആ കൊടി വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാറ്. അതിനെന്തിനാ ഇവരിങ്ങനെ പേടിക്കുന്നത്? അവരുടെ കൊടിയോ
അവരുടെ ബാനറൊക്കെ വെച്ചിട്ട് ഇനി അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാർ കൊടുക്കുന്നതിന് ഞങ്ങൾ ആരെങ്കിലും എതിരാണോ? ഏതെങ്കിലും ഗവൺമെൻറ് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ? എന്താണ് ഈ ചിന്തയുടെയൊക്കെ പുറകിൽ എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇവരെങ്ങോട്ടാണ് ഈ കേരളത്തെ കൊണ്ടുപോകുന്നത്? അതെ, അല്ല, ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോട്, ഈ മുരളീധരനോടായാലും മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത്, അവർ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കട്ടെ, എല്ലാവർക്കും പൊതിച്ചോറ് കൊടുക്കട്ടെ. ഈ 40,000 ചോറ് DYFI 40,000 ചോറ് കൊടുക്കുന്നതിന് പകരമായി അവർ ചോറ് കൊടുക്കട്ടെ, അതിനൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. അതിനൊന്നും ഞങ്ങളെതിരല്ല. അതില്ലാത്തത് കൊണ്ടാണല്ലോ DYFI ഇങ്ങനൊരു സംവിധാനം ആലോചിക്കുന്നത്. ഞങ്ങളോട് എന്നാണോ ഞങ്ങളെ തടയുന്നത് അതുവരെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അല്ല, നിർത്താൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ തടയുന്ന സമയത്ത് കെ മുരളീധരൻ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ്, ഗവൺമെൻറ് ഈ പൊതിച്ചോറ് കൊടുക്കരുത്, അത് തടയുന്ന സാഹചര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കാമല്ലോ. കമ്മ്യൂണിറ്റി കിച്ചൺ ആണെങ്കിൽ അങ്ങനെ വരട്ടെ. ഇവരോട് പറയാനുള്ളത്, ഒരു വാശിക്ക് ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട് ഈ പൊതിച്ചോറ് സംവിധാനത്തെ തകർക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്.